സുഹൃത്തുക്കളെ നമസ്കാരം. ഉമ്മർ പുന്നയൂരാണ്. കൊടൈക്കനാൽ യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വൈകുന്നേരമാണ് ഞങ്ങൾ കൊടൈക്കനാലിൽ എത്തിയത്. നല്ല തണുപ്പും. അന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയില്ല. പിറ്റേ ദിവസം ഇറങ്ങാമെന്ന് വിചാരിച്ച് അന്ന് ഞങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത്. തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല രസകരമായ തണുപ്പാണ്. കൊടൈക്കനാലിലേക്ക് യാത്ര ചെയ്യണവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തണുപ്പിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തേ പോവാവൂ. കാലത്ത് 8 മണിക്ക് തന്നെ പുറത്തിറങ്ങി ഞങ്ങൾ നേരെ പോയത് കൊക്കേഴ്സ് വാക്കിലേക്കാണ്. രാവിലെയും വൈകുന്നേരവും നടത്തത്തിന് അനുയോജ്യമായ സ്ഥലം. 7000 അടി ഉയരത്തിൽ മുഴുവൻ ഭാഗവും ഉൾക്കൊള്ളുന്ന താഴ്വാരയുടെ സമാനതകളില്ലാത്ത ആകാശ കാഴ്ചകൾ നമുക്ക് കാണാനാവും. മൂടൽ മഞ്ഞ് ആവരണം ചെയ്തില്ലെങ്കിൽ കൊക്കേഴ്സ് വാക്കിൽ നിന്നുള്ള കാഴ്ചകൾ മനോഹരമാണ്. കോട കാരണം കൊണ്ട് ആ മനോഹര ദൃശ്യം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇതിനടുത്ത് തന്നെയാണ് ബ്രയന്റ് പാർക്ക്. സമ്മർ ഫെസ്റ്റിവലിൽ ഹോർട്ടിക്കൾച്ചർ വകുപ്പ് ഈ പാർക്കിൽ ഒരു പുഷ്പമേള സംഘടിപ്പിക്കുന്നുണ്ട്. വൈവിധ്യമാർന്ന ഒരുപാട് പുഷ്പങ്ങളെ ഇവിടെ കാണാൻ കഴിയും. ഞങ്ങൾ ചെന്ന സമയത്ത് പൂക്കളില്ലാത്തത് കൊണ്ട് ആ പാർക്കിൽ ഞങ്ങൾ കയറിയില്ല, സ്കിപ്പ് ചെയ്യേ. അത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ആ കാഴ്ച കാണാതെ പോയത്. പിന്നീട് ഞങ്ങൾ പോയത് അപ്പർ ലേക്ക് വ്യൂ കാണാനാണ്. കൊക്കേഴ്സ് വാക്കിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. നക്ഷത്രാകൃതിയിലുള്ള കൊടൈക്കനാൽ തടാകത്തിൻ്റെയും പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടുകളുടെയും അതിമനോഹരമായ ദൃശ്യങ്ങൾ അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഓവർലുക്ക് പോയിന്റ് ഈ പ്രദേശത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെ അഭിനന്ദിക്കുക തന്നെ വേണം. കൊടൈക്കനാൽ തടാകം അകലെ നിന്ന് രസകരമായി കാണാൻ കഴിയുന്ന ഒരു വ്യൂ പോയിന്റാണിത്. പിന്നീട് ഞങ്ങൾ പോയത് വട്ടക്കനാൽ വെള്ളച്ചാട്ടം കാണാനാണ്. ഇതാണ് വട്ടക്കനാൽ വെള്ളച്ചാട്ടം. ശാന്തമായ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വെള്ളച്ചാട്ടമാണ് വട്ടക്കനാൽ. സിൽവർ കാസ്കേഡ് വെള്ളച്ചാട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന് ചെറിയ വലിപ്പമേ ഉള്ളൂ. എന്നിരുന്നാലും വെള്ളച്ചാട്ടത്തിൻ്റെ സ്ഥാനം അതാണ് ആളുകളെ അവിടേക്ക് ആകർഷിക്കുന്നത്. അടുത്തതായി ഞങ്ങൾ പോയത് ഗ്രീൻ വാലി വ്യൂ കാണാനാണ്. കൊടൈക്കനാൽ തടാകത്തിൽ നിന്ന് 5.5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻ വാലി വ്യൂ സമതലങ്ങളുടെയും ആഴമേറിയ താഴ്വാരകളുടെയും കുന്നുകളുടെയും അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാഴ്ചവെക്കുന്നത്. വൈഗ അണക്കെട്ടിൻ്റെ മനം മയക്കുന്ന കാഴ്ച അവിസ്മരണീയമായ അനുഭവമാണ്. ഇടതൂർന്നതും ആഴമേറിയതുമായ അപകടകരമായ താഴ്വാരയായതിനാൽ ഇത് ആത്മഹത്യ പോയിന്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓട മാറി നിന്നെങ്കിലേ അടിവാരത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയൂ. ഗ്രീൻ വാലി വ്യൂവിലേക്ക് നമ്മെ സ്വാഗതം ചെയ്യുന്നത് കച്ചവടക്കാരാണ്. അങ്ങോട്ട് കടന്നു ചെല്ലുന്ന വഴിയുടെ ഇരുഭാഗത്തും ധാരാളം പലതരം കച്ചവടക്കാരുണ്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചോക്ലേറ്റ് ഷോപ്പാണ്. പലതരം ചോക്ലേറ്റ് ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു പതിറ്റാണ്ടായി നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചോക്ലേറ്റ് ഫാക്ടറി നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പലതരം വെറൈറ്റി ചോക്ലേറ്റ് ഇവിടെ ഈ കമ്പനിയിൽ ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ വീടുകളിൽ നിർമ്മിച്ച ചോക്ലേറ്റുകൾക്ക് പേരുകെട്ട സ്ഥലമാണിത്. വീട്ടിലുണ്ടാക്കുന്ന ചോക്ലേറ്റുകൾ കൂടാതെ ഹെർബൽ ടീ, കാപ്പി, മസാലകൾ, സുഗന്ധ എണ്ണകൾ എന്നിവയാണ് ഇവരുടെ മറ്റു ഉൽപ്പന്നങ്ങൾ. ഈ പൂക്കൾ മലയുടെ പല ഭാഗത്തു നിന്നും വളരെ പ്രയാസപ്പെട്ട് ശേഖരിക്കുന്നതാണെന്നും 5 കൊല്ലം ഈ പൂക്കൾ കേടുകൂടാതെ ഇരിക്കുമെന്നുമാണ് പറയുന്നത്. അടുത്തതായി ഞങ്ങൾ പോയത് പില്ലർ റോക്സിലേക്കാണ്. ഗ്രീൻ വാലി വ്യൂവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പില്ലർ റോക്ക്. 400 അടിയിലധികം ഉയരത്തിൽ നിൽക്കുന്ന 3 ഗ്രാനൈറ്റ് തൂണുകൾ ഉൾക്കൊള്ളുന്ന പ്രകൃതിദത്ത പാറക്കൂട്ടമായ പില്ലർ റോക്സിൻ്റെ താഴെയുള്ള സമതലങ്ങളുടെയും ദൂരെ കോടമഞ്ഞ് മൂടിയ കുന്നുകളുടെയും വിശാല ദൃശ്യങ്ങൾ നയനമനോഹരം തന്നെ. 1845-ൽ ബ്രിട്ടീഷുകാരും US മെഷീനറിമാരുമാണ് കൊടൈക്കനാൽ നഗരം പണിതുയർത്തിയത്. കൊടൈക്കനാലിലെ ഓരോ ടൂറിസ്റ്റ് കേന്ദ്രത്തിനും പിന്നിൽ ബ്രിട്ടീഷുകാരുടെ കരവിരുതാണ്. കൊടൈക്കനാലിൻ്റെ ചുറ്റും 2-3 ദിവസം കാണാൻ മാത്രമുള്ള കാഴ്ചകൾ കൊണ്ട് സമ്പുഷ്ടമാണ്. ഈ വഴിയിൽ തന്നെയാണ് വാച്ച് ടവറും ഗോൾഫ് പോയിന്റുമെല്ലാം ഉള്ളത്. ഇതാണ് ഗോൾഫ് ക്ലബ്ബ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള ഗുണാകേവിലേക്ക് ഞങ്ങൾ നീങ്ങി. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലമാണിത്. പ്രധാന കവാടത്തിൽ നിന്ന് 400 മീറ്റർ 10 മിനിറ്റ് നടന്നു വേണം സന്ദർശകർ ഗുഹയിലും കുന്നിൻ മുകളിലും എത്തിച്ചേരാൻ. കുന്നിൻ മുകളിൽ നിന്ന് സന്ദർശകർക്ക് മനോഹരമായ താഴ്വാരകളും പില്ലർ റോക്കുകളും കാണാൻ കഴിയും. മഴക്കാലത്തും മഞ്ഞുകാലത്തും കനത്ത മേഘങ്ങളാൽ നിറഞ്ഞതാണ് ഈ താഴ്വാര. വലുതും ഇരുണ്ടതും പ്രാചീനവുമായ ഈ പാറക്ക് ഡെവിൽസ് കിച്ചൺ എന്നും വിളിപ്പേരുണ്ട്. ഗുണ ഗുഹയിലേക്കുള്ള പാത മനോഹരമായ പൈൻ വനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 2 വലിയ പില്ലർ പാറകൾക്കിടയിലാണ് ഈ ഗുഹ രൂപപ്പെട്ടിരിക്കുന്നത്. കൊടൈക്കനാലിൽ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ഒന്നാണിത്. സുരക്ഷാ കാരണങ്ങളാൽ ഗുഹയുടെ പരിസരം അടച്ചിരിക്കുന്നതിനാൽ സന്ദർശകർക്ക്
ഗുഹ സന്ദർശിക്കുവാനുള്ള അനുവാദമില്ല. ദൂരെ നിന്ന് ഗുഹ വീക്ഷിക്കാനേ കഴിയൂ. ഈ ഗുഹയിലേക്ക് വീണ് 13 പേർ മരണപ്പെട്ടിട്ടുണ്ട്. വീണതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. മരങ്ങളുടെ വേരുകൾ നിലത്ത് ഉയർന്നു വന്ന് പരസ്പരം കെട്ടിപ്പുണർന്ന് കിടക്കുന്ന കാഴ്ച ഈ സ്ഥലത്തിന് സവിശേഷമായ പശ്ചാത്തലം നൽകുന്നു. ചരിത്രപരമായ പ്രാധാന്യത്തിനു പുറമെ പ്രകൃതിയുടെ സൗന്ദര്യവും കൊടൈക്കനാലിനെ ഒരു പ്രസക്തമായ വിനോദസഞ്ചാരമാക്കി മാറ്റി. കൊടൈക്കനാലിലെ ഏറ്റവും പ്രസക്തമായ ലാൻഡ്മാർക്കും. അടുത്തതായി ഞങ്ങൾ പോയത് കൊടൈ തടാകത്തിലേക്കാണ്. കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ കൊടൈക്കനാൽ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന കൃത്രിമ നക്ഷത്രാകൃതിയിലുള്ള തടാകമാണ് കൊടൈ തടാകം. കൊടൈക്കനാൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഈ തടാകം മുഖ്യ പങ്ക് വഹിക്കുന്നു. 60 ഏക്കർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന കൊടൈ തടാകം 1863 നിർമ്മിച്ചത്. അന്നത്തെ മധുര കളക്ടറായിരുന്ന സർവേയർ ഹെൻറി ലെവിങ് ആണ് തടാകം സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ഈ നക്ഷത്രാകൃതിയിലുള്ള തടാകത്തിൽ ദിവസത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ സന്ദർശിക്കാൻ കഴിയുന്ന സ്ഥായിയായ സൗന്ദര്യമാണ് അവിടെ. കൊടൈ ടൂർ പാക്കേജുകളുടെ ഭാഗമായി തടാകത്തിനു ചുറ്റും ഒരു നടപ്പാതയുണ്ട്. തടാകത്തിനു ചുറ്റും മനോഹരമായ താഴ്വാരകൾ, ബോട്ട് ക്ലബ്ബ്, കൊളോണിയൻ കാലഘട്ടത്തിലെ കെട്ടിടങ്ങൾ എന്നിവയുണ്ട്. ഈ തടാകത്തിൽ നിങ്ങൾക്ക് ബോട്ടിംഗ് തിരഞ്ഞെടുക്കാം. കൊടൈക്കനാലിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ വിനോദസഞ്ചാരം ഇതായിരിക്കും. കൂടാതെ സൈക്കിളിൽ ചുറ്റിക്കറങ്ങി കാണാം. കുതിരസവാരി നടത്താനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. അതുമല്ലെങ്കിൽ തടാകത്തിന് ചുറ്റുമുള്ള 5 കിലോമീറ്റർ നീളമുള്ള പാതയിലൂടെ നടന്ന് തടാകവും തടാകത്തിന്റെ പരിസരവും വീക്ഷിക്കാം. ഈ മനോഹരമായ തടാകത്തിന്റെ ചുറ്റളവിലൂടെയുള്ള 5 കിലോമീറ്റർ പാത പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണിത്. ഏകാന്തമായ ഒരു പാത ഇവിടെ പ്രതീക്ഷിക്കരുത്. ലീവ് ദിവസമൊക്കെ ആണെങ്കിൽ, ഹോളിഡേ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ വളരെയധികം പ്രയാസപ്പെടും. തടാകത്തിന്റെ ഒരു വശം കമ്പിളി വസ്ത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ, തെരുവ് ഭക്ഷണങ്ങൾ എന്നിവ വിൽക്കുന്ന കടകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പൈൻ മരക്കാടുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്തതുപോലെയാണ് തോന്നുക. കൊടൈക്കനാലിലെ പൈൻ വനങ്ങൾ ടൂറിസ്റ്റുകളുടെ പ്രധാന ആകർഷണമാണ്. HD ബ്രയാൻഡ് എന്ന ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഓഫീസറാണ് ഇതിന്റെ പിന്നിൽ. അടുത്തതായി ഞങ്ങൾ പോയത് ഡുണ്ടും വ്യൂവിലേക്കാണ്. മധുരയിൽ നിന്നും കൊടൈക്കനാൽ പോകുന്ന വഴിയിലാണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. തേനിയോട് ചേർന്നു സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം തമിഴ്നാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ്. തമിഴ്നാട്ടുകാരുടെ മാത്രമല്ല ആരുടെയും മനസ്സ് കവരുന്ന ഒരു വെള്ളച്ചാട്ടമാണ് തലയാർ വെള്ളച്ചാട്ടം. ഒരു മലയുടെ മുകളിൽ നിന്ന് കുത്തനെ താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിന് ഒരു എലിയുടെ വാലിൻ്റെ രൂപമാണത്രേ. സുഹൃത്തുക്കളെ, വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.